നിങ്ങൾ അപ്ലോഡ് ചെയ്ത യൂട്യൂബ് വീഡിയോസ് 24 മണിക്കൂറിന് ശേഷം വ്യൂസ് ഇല്ലാതായി കിടക്കുന്നുണ്ടോ? ഒരിക്കലും ഡിലീറ്റ് ചെയ്തത് അത് വർക്കിംഗ് ആക്കാനുള്ള 6 ട്രിക്സ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മസ്റ്റായിട്ടും കണ്ടുപോകും, ഉപകാരപ്പെടും. നമ്പർ 1, എൻഡ് സ്ക്രീൻസ്. ഏതൊരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്ററും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് എൻഡ് സ്ക്രീൻസ്. യൂട്യൂബിലെ ലോങ് വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിലും ഷോർട്സ് ചെയ്യുന്നവരാണെങ്കിലും എൻഡ് സ്ക്രീൻസ് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം എന്താണെന്ന്. നമ്മുടെ യൂട്യൂബ് വീഡിയോക്ക് വ്യൂസ് കൊണ്ടുവരുന്ന ഒരു മെയിൻ പാർട്ടാണ് എൻഡ് സ്ക്രീൻസ്. അത് ഒരിക്കലും നമ്മൾ മറന്നു പോവുകയോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒഴിവാക്കി കളയാനോ പാടുള്ളതല്ല. ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബർ ആണെങ്കിൽ പോലും അതിന്റെ നമ്മൾ റിലേറ്റഡ് വീഡിയോസ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആരാണെങ്കിലും മസ്റ്റ് ആയിട്ടും അതിൻ്റെ അത് എൻഡ് സ്ക്രീൻസ് വേറെ ഒരു വീഡിയോയുമായിട്ട് ലിങ്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടാവണം. ഇങ്ങനെ എൻഡ് സ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ട് മാത്രം തന്നെ പുതിയൊരു വീഡിയോസിന് റീച്ച് കൂട്ടാൻ പറ്റും, വ്യൂസ് കൂട്ടാൻ പറ്റും. ഇത് അറിയാതെ ആരും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിന് വ്യൂ ഇല്ല എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും 1-2 വ്യൂവിൽ നിൽക്കുകയാണെങ്കിലും ഒരിക്കലും വീഡിയോസ് ഡിലീറ്റ് ചെയ്യാതിരിക്കുക. പറ്റുന്നുണ്ടെങ്കിൽ പഴയ ഒരു 5-6 വീഡിയോസിന് റിലേഷൻ ആയിട്ട്, അതായത് എൻഡ് സ്ക്രീൻ ആയിട്ട് ഈ പുതിയ വീഡിയോ ഇട്ട് കൊടുക്കുക. ബിലീവ് മീ, അങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പുതിയ വീഡിയോസിന് വ്യൂസ് വന്നിരിക്കും, 100% ഷുവർ. രണ്ടാമത്തെ മെത്തേഡ്, റീ ഒപ്റ്റിമൈസ് യുവർ ഡിസ്ക്രിപ്ഷൻ. നിങ്ങളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ആദ്യത്തെ 2 സെന്റൻസ് ആയിരിക്കണം ടാർഗറ്റ് ഓഡിയൻസിനെ ചാനലിലേക്ക് കൊണ്ടുവരേണ്ടത്. അത്രത്തോളം അട്രാക്റ്റീവ് ആയിരിക്കണം ആ ഡിസ്ക്രിപ്ഷനിലെ ആദ്യത്തെ 2 സെന്റൻസ്. പലരും പരാതി പറയാറുണ്ട്, എനിക്ക് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറ്റുന്നില്ല, ടൈറ്റിൽസ് എനിക്ക് പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല എന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സോഴ്സുകൾ പലതും യൂസ് ചെയ്യാം. ChatGPT, TubePilot, അങ്ങനെ പല വെബ്സൈറ്റും അവൈലബിൾ ആണ്. ഒരിക്കലും ഡിസ്ക്രിപ്ഷന്റെ കാര്യത്തിൽ കുറവ് വരുത്തരുത്. ഇതേപോലെ മാക്സിമം ടാർഗറ്റ് ഓഡിയൻസിനെ അതിന്റെ അകത്തേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള സെന്റൻസുകൾ മസ്റ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നോക്കുക. അങ്ങനെ SEO സെറ്റ് ചെയ്യാൻ നോക്കുക. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇടാത്തതുകൊണ്ട് നിങ്ങൾക്ക് ടൺസ് ഓഫ് വ്യൂസ് ആണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത്. മസ്റ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ സെറ്റ് ആക്കി വെക്കുക, അതിനുശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക, ഇല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക. ആൾക്കാർ ചെയ്യുന്നുണ്ട്, കണ്ട ചാനലിൽ നിന്ന് പോയിട്ട് ഡിസ്ക്രിപ്ഷൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യാതിരിക്കുക, അത് സ്പാം ആവാനുള്ള ചാൻസ് കൂടുതലാണ്, കോപ്പി റൈറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഡിസ്ക്രിപ്ഷനിൽ വരെ കോപ്പി റൈറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ചെയ്താൽ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും പകുതി മുക്കാൽ ഭാഗം ചേഞ്ചസ് വരുത്തിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. മെത്തേഡ് നമ്പർ 3, റീ ഒപ്റ്റിമൈസ് യുവർ ടാഗ്സ്. ടാഗ്സ് ആഡ് ചെയ്യാതെ നിങ്ങളുടെ നീഷ് ഓഡിയൻസിലേക്ക് നിങ്ങളുടെ ചാനലിൽ റീച്ച് ആവില്ല. നിങ്ങളുടെ കണ്ടന്റ് റീച്ച് ആവാൻ ചാൻസ് കുറവാണ്. ഒരു 98-99% റീച്ച് ആവാൻ കുറവാണ്. ബിഗിനേഴ്സ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും ടാഗ്സ് യൂസ് ചെയ്തിരിക്കണം. എല്ലാ വീഡിയോസിന്റെയും ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ പോലെ തന്നെ ടാഗ്സ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ടാഗ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. നിങ്ങൾക്ക് എത്ര ആലോചിച്ച് നിങ്ങൾക്ക് ഒരു പിടി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാപ്പിഡ് ടാഗ്സ് പോലുള്ള വെബ്സൈറ്റ് യൂസ് ചെയ്യാം, TubePilot യൂസ് ചെയ്യാം. പല AI വെബ്സൈറ്റുകളുണ്ട്. അതിന്റെ അകത്ത് നിങ്ങളുടെ കണ്ടന്റിന്റെ എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വരും ഒരു 10-20-30 ടാഗ്സ്. അതെടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും റാപ്പിഡ് ടാഗ്സ് പോലുള്ള വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ നേരത്ത് അതിന്റെ അകത്ത് ജസ്റ്റ് കോണ്ടന്റിന്റെ നെയിം മാത്രം അടിച്ചു വെക്കും. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. പ്രോപ്പർ വേ എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ അടിക്കുക. ഇപ്പൊ ഫുഡ് ബ്ലോഗ് ആണ്, അയലക്കറി വെക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അയല വറുത്തത് പ്ലസ് ഒരു ഹൈഫൻ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു കോമ ഇട്ടിട്ട് ഫുഡ് ബ്ലോഗ് എന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത്. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇന്ന ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ടാഗ്സ് നിങ്ങൾക്ക് റാപ്പിഡ് ടാഗ്സ് ക്രിയേറ്റ് ചെയ്ത് തരും. അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓർത്തിരിക്കുക, ടൈറ്റിൽ ഹൈഫൺ നീഷ്, അങ്ങനെ വേണം നിങ്ങൾ റാപ്പിഡ് ടാഗ്സിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. മെത്തേഡ് നമ്പർ 4, നിങ്ങളുടെ ഷോർട്സ് ലിങ്ക് ചെയ്യുക. നിങ്ങൾ ഇന്നലെ ഇട്ട ഷോർട്സ് ആണെങ്കിൽ പോലും പുതിയ ഒരു ലോങ് വീഡിയോ വരുമ്പോൾ ആ ഷോർട്സിൽ റിലേറ്റബിൾ വീഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് എപ്പോഴും ലോങ് വീഡിയോയുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുക. കൂടുതലും ഷോർട്സിനാണ് വ്യൂസ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മില്യൺ അങ്ങനെ കയറി പോകാറുണ്ട് ഷോർട്സിന്റെ വ്യൂസ്. സോ ആ ഷോർട്സ് എപ്പോഴും ലോങ് വീഡിയോയുമായിട്ട് ലിങ്ക് ചെയ്യാൻ മറക്കരുത്. ഒരു ഷോർട്സ് 2 ഷോർട്സ് ആയിട്ട് നിർത്തരുത്. പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് കിടക്കുന്ന ഒരു 10-15 ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഉണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ലോങ് ആയിട്ട് ബാക്കിൽ കിടക്കുന്ന ഷോർട്സ് വരെ ഈ പുതിയ ഒരു ഫ്രീസ് ആയി കിടക്കുന്ന അല്ലെങ്കിൽ വ്യൂസ് വരാത്ത ലോങ് വീഡിയോയുമായിട്ട് ലിങ്ക് ചെയ്യണം. എന്നാൽ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ. നെക്സസ് ക്ലിപ്പ് പോലത്തുള്ള വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അവർ തന്നെ ട്രിം ചെയ്ത് ഷോർട്സ് ആക്കി തന്നിട്ട് നിങ്ങൾക്ക് ആ ഷോർട്സ് നിങ്ങൾക്ക് ലോങ് വീഡിയോന്റെ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കാണുന്ന ഷോർട്സ് കാണുന്ന ആൾക്കാർ ഉറപ്പായിട്ടും അതിന്റെ അകത്തേക്ക് ലോങ് വീഡിയോയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ചാൻസ് അല്ല കൂടുതൽ, ഉറപ്പായിട്ടും ലോങ് വീഡിയോയിലേക്ക് പോയിരിക്കും. മെത്തേഡ് നമ്പർ 5, നിങ്ങളുടെ തംബ്നെയിൽ അപ്ഡേറ്റ് ചെയ്യുക. അതും പ്രോപ്പർ വേയിൽ. തംബ്നെയിലിൽ തന്നെ ഇതേപോലെ കുറെ അലങ്കോല പണികൾ ചെയ്ത് വെക്കാതിരിക്കുക. നിങ്ങളുടെ ഒരു ഫുഡ് ചാനലാണെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ഒരു ക്ലോസപ്പ്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല ക്ലാരിറ്റിയിലുള്ള ഒരു ഫോട്ടോ, 180 അതായത് ഫുൾ HD ഒരു ഫോട്ടോ എടുക്കുക. അതിൻ്റെ അകത്ത് ഓവറായിട്ട് ഡെക്കറേഷൻസ് ഒന്നും വെക്കാതെ അടിയിലോ ഒരു യെല്ലോ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് വൈറ്റ് അങ്ങനെ തോന്നിക്കുന്ന
അതും പോട്ടെ, ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ചാനൽ ഉണ്ടെങ്കിൽ, അത് ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ചാനൽ ആണെങ്കിൽ അവരുടേതായിട്ടുള്ള തംബ്നെയിൽ ആ ഒരു ടൈപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഈ ഒരു സംഭവത്തിലൂടെ തംബ്നെയിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും 1-2 വ്യൂസ് അല്ല അതിന്റെ അത് വരാൻ വേണ്ടി പോകുന്നത്, മില്യൺസ് ആയിരിക്കും. നിങ്ങളിപ്പോ ഇതേപോലെ തംബ്നെയിൽ അപ്ലോഡ് ചെയ്താൽ തന്നെ യൂട്യൂബ് അവരുടേതായിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് നടത്തും. ആ ടെസ്റ്റിംഗിലൂടെ ഒരു 2-3 തംബ്നെയിൽ അവർ കാണിച്ചു തരും. പറ്റുന്നുണ്ടെങ്കിൽ എത്രത്തോളം പെർസെന്റേജ് ഹൈ ആണ്. ഇപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന തംബ്നെയിൽ ബോറാണെങ്കിൽ തന്നെ യൂട്യൂബ് കാണിക്കും ഒരു 20% ഉള്ളൂ, ഒരു 32% ഉള്ളൂ എന്ന് കാണിക്കും. പക്ഷേ ഒരിക്കലും ആ തംബ്നെയിൽ എടുക്കരുത്. കൂടുതൽ വ്യൂസ് കിട്ടുന്ന തംബ്നെയിൽ യൂട്യൂബ് കാണിക്കണമെങ്കിൽ ആ തംബ്നെയിലേക്ക് പോവുക എന്നാണ് ഓപ്ഷൻ ഉള്ളത്. എങ്കിൽ മാത്രമേ റീച്ചും കിട്ടുള്ളൂ. ഇനി തംബ്നെയിൽ ഉണ്ടാക്കാൻ അറിയാൻ പാടാത്ത ആൾക്കാരാണെങ്കിൽ അതിന് റെഫറൻസുകൾ കിട്ടും. ക്യാൻവ പോലുള്ള വെബ്സൈറ്റുകൾ കയറി കഴിഞ്ഞാൽ ഒരു തംബ്നെയിലിന്റെ ഒരു സെക്ഷൻ തന്നെ അതിൻ്റെ അകത്തുണ്ട് യൂട്യൂബിന് വേണ്ടിയിട്ട്. നിങ്ങൾ അത് കയറുക, അതിൻ്റെ അകത്ത് കുറച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ആഡ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ യൂട്യൂബിൽ സെപ്പറേറ്റ് വീഡിയോസ് ഉണ്ട്, കയറി പഠിച്ചു നോക്കുക. അല്ലാതെ തംബ്നെയിൽ ബോറായിട്ട് നിങ്ങളുടെ നല്ല വീഡിയോസിനെ കൊണ്ട് പേസ്റ്റ് ചെയ്യാതിരിക്കുക എപ്പോഴും. മെത്തേഡ് നമ്പർ 6 എന്ന് പറയുന്നത് ടൈറ്റിലാണ്. നിങ്ങൾ തംബ്നെയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ചാനലിലേക്ക് ഒരു വ്യൂവർ നോക്കാൻ നേരത്ത് നമുക്ക് ആ തംബ്നെയിൽ അത്രത്തോളം അട്രാക്റ്റീവ് ആണെങ്കിൽ മാത്രമേ അവർ ക്ലിക്ക് ചെയ്യുള്ളൂ. അതേപോലെ ഈ ചെറിയ ഫോണിൽ യൂസ് ചെയ്യുന്നവരുണ്ട്, തംബ്നെയിൽ ചെറുതായിരിക്കും പക്ഷെ അവർ വായിച്ചു നോക്കും. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിലുള്ള ഒരു ടൈറ്റിൽ വായിച്ചു നോക്കും. ആ ടൈറ്റിൽ വായിച്ചിട്ടായിരിക്കും. ഇപ്പോ ഒരു ഭൂമി ഉലുക്കത്തിന്റെ ആണെങ്കിൽ അവിടെ ആരും മരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ചില ആൾക്കാർ ടൈറ്റിൽ അടിച്ചിരിക്കും അവിടെ 150 പേർ മരി മാത്രം ഉണ്ടാവുള്ളൂ, ഫുൾ ഉണ്ടാവില്ല. മരിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതായിരിക്കും ശരിക്കും അവര് ഫുൾ ആയിട്ട് ടൈറ്റിൽ. പക്ഷെ ഫസ്റ്റ് ഉള്ള ആ ക്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് ലൈൻസ് നമുക്ക് കാണുമ്പോൾ തന്നെ ആ ടൈറ്റിൽ കയറി കുത്തും. അതാണ് ഏതൊരു മനുഷ്യന്റെയും വീക്ക് പോയിന്റ്. സോ ടൈറ്റിൽ നമ്മൾ എപ്പോഴും ക്ലിക്കബിൾ ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വ്യൂസ് അവിടെ നഷ്ടമാവുന്നതാണ്. പിന്നെ ഒരു വീഡിയോക്ക് നമ്മൾ ടൈറ്റിൽ ഉണ്ടാക്കാൻ നേരത്ത് ഒരെണ്ണത്തിൽ മാത്രമായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാതിരിക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക. വീണ്ടും ഈ 10 ടൈറ്റിൽ ഉണ്ടാക്കി വെച്ചതിനാൽ ഏറ്റവും ബെറ്റർ ടൈറ്റിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. ആരെങ്കിലും കൊണ്ട് വായിപ്പിച്ച് നോക്കുക. അതിൻ്റെ അകത്ത് നമ്മളെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചേച്ചി, അനിയത്തിയ, പിള്ളേരെ, അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ഏതാണ് ഒന്ന് വായിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ക്യാച്ചിങ് ആയിട്ട് ഉള്ളത് ഏതാണെന്ന് ചോദിക്കുക. സെൽഫായിട്ട് വിലയിരുത്താതിരിക്കുക. പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചോദിക്കുക. അങ്ങനെ ചോദിച്ചിട്ട് ആ ഒരു ബെറ്റർ ആയിട്ടുള്ള തംബ്നെയിൽ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. അങ്ങനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ വ്യൂസ് വന്നിരിക്കും, ഉറപ്പാണ് കാര്യത്തിൽ. ഈ ടൈറ്റിലിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്യാന്നുള്ളൂ. സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ഒരു 10 ടൈറ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നിന്ന് ഏതെങ്കിലും ഒരു ടൈറ്റിൽ നിങ്ങൾ സെലക്റ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഓൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത 10 ടൈറ്റിൽ ആണെങ്കിൽ പോട്ടെ, അതിന്റെ അത് പറഞ്ഞു എടുത്തിട്ട് ChatGPT ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പറയുക ക്രിയേറ്റ് മോർ ലൈക്ക് ദിസ്. സോ അടിപൊളി ടൈറ്റിലുകൾ, നല്ല റീച്ചുള്ള ടൈറ്റിലുകൾ ChatGPT നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരും. അതിന്റെ അത് സെലക്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ നിങ്ങൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്തു നോക്ക്. മറക്കാതെ ചെയ്തു നോക്കണം. ചെയ്തു നോക്കാതെ അപ്ലോഡ് ചെയ്യരുത്. പറ്റുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ വീണ്ടും കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. കണ്ടു നോക്കുക. ട്യൂബ് പൈലറ്റ്, ക്യാൻവ, അങ്ങനെ പല വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യുക. ഇത് എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. ഇതെല്ലാം യൂസ് ചെയ്ത് മാത്രം നിങ്ങൾ റീച്ച് ആക്കാൻ നോക്കുക. ഇനി ഇൻ കേസ് ഇട്ടാൽ തന്നെ അത് ഡിലീറ്റ് ചെയ്യാതിരിക്കുക. എത്ര വർഷമാണെങ്കിലും അത് അവിടെ കിടക്കട്ടെ. അൺലിസ്റ്റ് ആക്കിയിട്ടാലും കുഴപ്പമില്ല, ഡിലീറ്റ് ചെയ്യാതിരിക്കുക. ഡിലീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞുതരാം. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും കമന്റ് സെക്ഷനിൽ ചോദിച്ചോ. എന്നെ പോലെ വളർന്നു വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ കൂടെ വരുന്നുണ്ടെങ്കിൽ അതും കണ്ട് ചോദിച്ചോ. എന്റെ ഡേറ്റ് ഫ്രീലാൻസർ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ചോദിക്കാം, കമന്റ് ആയിട്ട് യൂട്യൂബിൽ ചോദിക്കാം, എന്റെ ഇമെയിൽ ഐഡിയിൽ ചോദിക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി അടുത്ത ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.